ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ജുവാന ആൻഡ് ജുവൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ജബൽ ഹഫീത്തിലാണ്. ജബൽ ഹഫീത്ത് ലൊക്കേറ്റ് ചെയ്യുന്നത് അബുദാബി എമിറേറ്റ്സിലുള്ള അലൈൻ എന്ന പ്ലേസിലാണ്. ഗാർഡൻ സിറ്റി ഓഫ് UAE എന്നാണ് അബുദാബിയിലുള്ള അലൈൻ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അലൈൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന്. പറയുന്നത് പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, നിറച്ച് പച്ചപ്പൊക്കെയായിട്ട്. പക്ഷെ നമ്മളിന്ന് പോകുന്നത് പച്ചപ്പിൽ നിന്നെല്ലാം മാറി ഒരു മൗണ്ടൈൻ്റെ മുകളിലേക്കാണ്. അതാണ് ഒരു ജബൽ ഹഫീത്ത്. UAEയിലെ രണ്ടാമത്തെ ഹയസ്റ്റ് ടോളസ്റ്റ് മൗണ്ടൈനാണ് ജബൽ ഹഫീത്ത്. ജബൽ ഹഫീത്ത് നമ്മൾ വയനാട്ടിലൊക്കെ പോയവർക്ക് ഇതൊന്നുമല്ല, എന്നാലും നമുക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം തണുപ്പ് സമയത്തൊക്കെ പോയിരിക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റുള്ള സ്ഥലമാണ്. നമ്മൾ ജബൽ ഹഫീത്തിന് മുകളിലേക്ക് പോകുന്തോറും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് റെസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മൾ തന്നെ ഫാമിലി മാത്രമല്ല, നമ്മൾ അലൈനിലുള്ള നമ്മുടെ നെയ്ബേഴ്സ് എല്ലാം കൂടിയാണ്. അൽത്തോബ ഫ്രണ്ട്സാണ്. നമ്മൾ താമസിക്കുന്ന അൽത്തോബയിലുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ കൂടുതൽ എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഇതുപോലെ ട്രിപ്പുകൾ പോകാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ന്യൂ ഇയറിന് പോയതാണ്. ന്യൂ ഇയറിന് എല്ലാവർക്കും പബ്ലിക് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഫയർ വർക്ക്സ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാവരും രാവിലെ എണീക്കാൻ ലേറ്റായി. എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു പ്ലാൻ വന്നത്. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് നമ്മൾ ജബൽ ഹഫീത്തിലേക്ക് പോകണ്ടായിരുന്നു. ലഞ്ച് അവിടെ നിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. നമ്മളിപ്പോൾ ലഞ്ചെല്ലാം പാക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി ഫുഡ് ഓർഡർ ചെയ്യുകയുണ്ടായിരുന്നത്. ഇതാണ് ഫസ്റ്റ് റെസ്റ്റ് ഏരിയ. നമ്മളിൽ കുറച്ച് ലേറ്റായിപ്പോയി ഗൈസ്. എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ എടുപ്പെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളാണ്, പെൺകുട്ടികളുടെ ഒരു ഗ്യാങ്. അപ്പോൾ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ റോക്സാണ് കേട്ടോ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടികളുടെ പേരിയാണ് ആക്ച്വലി ഇത്. അപ്പം ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ. ഇനി നമ്മുടെ വനിതാ വേദിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ലക്ഷ്മി, അതുപോലെ JP, ലിജിനി, ഷിജോ, ഇതെല്ലാം നമ്മുടെ നെയ്ബേഴ്സാണ്. എല്ലാവരും ഉണ്ട്. നമ്മൾ വരുന്നതിന് മുന്നേ ഗൈസ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അതിൻ്റെ ചെക്കിങ്ങിലാണ് ഫോട്ടോസ് എല്ലാം ഉണ്ടോയെന്ന്. നമുക്ക് ആ ഒരു സെഷൻ മിസ്സായി. ഇത് നമ്മുടെ സീനത്ത്, ജെസ്സി, റുബീന, ജുനൈദ, പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട്. ഹൈ നമ്മൾ ജബൽ ഹഫീത്തിൽ അടിച്ചു വിളിക്കാൻ വന്നതാണ് ഗൈസ്. ജുനൈദ, സീനത്ത്, റുബീന, സ്മിതേച്ചി, ഖദീജ, ബാക്കിലെ ലിബിത, കാണാൻ തിരുമിത്തിരി വരുന്നുണ്ട്. ഇത് നമ്മുടെ ആൺപടയാണ്. അപ്പോൾ പിള്ളേരെ കയറ്റിയിരുത്തിയപ്പോൾ അവർക്കൊരു മോഹം മോളിൽ കയറുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു മോഹം അവരുടെ കഴിഞ്ഞ്. ഇനി ഞങ്ങൾ കയറി. ഞങ്ങൾ കുറച്ച് സെൽഫിയും അല്ലാത്ത കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും നമുക്ക് നാളേക്കുള്ളൊരു മെമ്മറീസിന് വേണ്ടിയാണല്ലോ. അപ്പോൾ എല്ലാവരും ആക്ച്വലി നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ്. ഇത് ഇപ്പം നമ്മൾ മുകളിലേക്ക് കയറിയിട്ടില്ല. ഫസ്റ്റ് റെസ്റ്റ് ഏരിയയിലാണ് ഉള്ളത്. അപ്പം ഗ്രൗണ്ടിന് ഏകദേശം കുറച്ച് മുകളിലായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയിരുന്നത് ഒരു 1 മണി സമയത്താണ്. ഞങ്ങൾ ഫസ്റ്റ് റെസ്റ്റ് ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് അലൈൻ്റെ. താഴെ കാണുന്ന വൈറ്റ് സ്പോട്ട്സ് എല്ലാം ഓരോ വില്ലകളും അങ്ങനെയുള്ള ഓരോ ബിൽഡിങ്ങുകളാണ് ഗൈസ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം സമയം ഓൾറെഡി 2 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഭക്ഷണം കഴിച്ചാലോ എന്നിങ്ങനെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വിശന്ന് തുടങ്ങി, പിള്ളേരെല്ലാം വിശന്ന് തുടങ്ങി. ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് കൂടുതലും പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഗൈസ് നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് അഴിക്കാനായിട്ട് പോവുകയാണ്. പൊതിച്ചോറ് അഴിച്ചു. നമുക്ക് നോക്കാൻ പറ്റുന്നത് എന്തൊക്കെയുള്ളതെന്ന്. വാവ്, നൈസ്. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ആ ഇലയിൽ ഇട്ട ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ. പണ്ട് നമ്മൾ നാട്ടിലൊക്കെ ചോറൊക്കെ പാത്രം സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാതിരിക്കുമ്പം അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ഇലയിൽ ചോറ് വാട്ടി തന്നിടുമല്ലോ. അല്ലെങ്കിൽ യാത്രകളൊക്കെ പോകുമ്പം ഒരു മീൻ ഫ്രൈ ഉണ്ട്, വലിയ മീന, ബീഫുണ്ട്, ചിക്കൻ ഫ്രൈ 2 പീസുണ്ട്, ചമ്മന്തി, അച്ചാറ്, സാലഡ്, മെഴുക്ക് പുരട്ടി, തോരൻ, സാമ്പാർ, ഒരു മീൻകറി, രസം, മോര്, പായസം. അപ്പോൾ ഇത്രയാണ് ഒരു പൊതിച്ചോറിലുള്ളത്. 15 ദിറംസാണ്. ഒട്ടും മോശമെന്ന് പറയാനില്ല, നല്ല ടേസ്റ്റുള്ള പൊതിച്ചോറ് തന്നെയായിരുന്നു. ചോറ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരും ഒരു കളിക്കുകയാണ് ചെക്കന്മാരവിടെ. നമ്മുടെ കൂടെയുള്ള കുട്ടിപ്പട്ടാളങ്ങളാണ് അവർ. ഇതിൻ്റെ സൈഡിലുള്ള ഇതുപോലെ ചെറിയ മലയുടെ ഇടയ്ക്കൊക്കെയാണ് കേട്ടോ റോഡ്. അപ്പോൾ എല്ലാ റെസ്റ്റ് ഏരിയയിലും തന്നെ പിള്ളേർക്കുള്ള പാർക്കുണ്ട്. അപ്പം ഒത്തിരി മേളിലേക്ക് പോകണമെങ്കിൽ
നമുക്ക് താഴെ നിന്ന് കളിച്ചിട്ട് പോകാനുള്ള പിള്ളേർ, മുകളിലേക്ക് പോകാൻ സമയമില്ല, തണുപ്പ് കൂടുതലാണെന്ന് വെച്ചിട്ട് താഴെ തന്നെ നിന്ന് കളിച്ചിട്ട് പോകാം. വാഷ്റൂം ഉണ്ട് അവിടെ, നല്ല വാഷ്റൂമാണ് കേട്ടോ, നല്ല സൗകര്യമുള്ള വാഷ്റൂമാണ്. ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് വാഷ്റൂമുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചെക്കന്മാർ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് അവരിങ്ങനെ മലയൊക്കെ ആസ്വദിച്ച് എന്തോ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അവരിങ്ങനെ താഴെ അവരുടെ വീട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. താഴെ ഏതാണ് വീടെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് അത്തു, അബ്രാർ, ഷമ്മാസ്, സിനാപ്പി, ജോയൽ. ഇനിയുണ്ട് നമ്മുടെ ഇവിടെ ആൺകുട്ടികളുണ്ട്. അവർക്കന്നെന്തോ അസൗകര്യം കാരണം അവർ വന്നില്ല. അപ്പം എല്ലാം റെസ്റ്റ് എടുക്കലും ഭക്ഷണം കഴിപ്പും എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്. അടുത്ത വ്യൂ പോയിൻ്റ് ഇനി മിക്കവാറും നമ്മൾ നേരെ മേളിൽ ചെന്നിട്ടേ നിർത്തുള്ളൂ. കാരണം എല്ലാ റെസ്റ്റ് ഏരിയയിലും ഇത് തന്നെയാണ്, കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പം തന്നെ ഉച്ചയ്ക്ക് 2 മണിയാണെങ്കിലും ഒരുപാട് ലൈറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് മേളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയറായിട്ട് കാണണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ കയറണം. തണുപ്പ് സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് രാത്രി ആകുന്നുണ്ട്. അപ്പം നമ്മൾ മേളിലേക്കുള്ള യാത്രയിലാണ്. ഒട്ടും വെയിലൊന്നുമില്ല ഗൈസ്, നല്ല തണുത്ത കാറ്റാണ്. ചൂടത്ത് ഇതിൽ പോകുമ്പോൾ ഭയങ്കര ചൂടും, ഇപ്പോൾ നല്ല തണുപ്പുമാണ്. ഇതിൽ പോകുമ്പോൾ നല്ല രസമുള്ള ക്ലൈമറ്റാണ്. UAE നമുക്ക് അങ്ങനെ ഒരുപാട് തണുപ്പൊന്നും കിട്ടാറില്ല. ഈ ഒരു സമയത്തൊക്കെ ഉള്ള തണുപ്പേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സമ്മറിനേക്കാളും കൂടുതൽ വിൻ്ററാണ് എല്ലാവരുടെ എക്സ്പോഷർ. ഇങ്ങനെ വിൻ്ററിലാണ് എല്ലാവരും ഔട്ട്ഡോറും ഔട്ടിങ്ങൊക്കെ. സമ്മറിൽ എല്ലാവരും വീടിൻ്റെ അകത്ത് AC ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയായി നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ എന്താ പറയുക, അങ്ങനെ ഹെയർ പിൻ റോഡെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് UAE കലയിലുള്ളവർക്ക് ഇതൊരു ഹെയർ പിന്നാണ്. ഇവിടെ ഇങ്ങനെ റോഡ് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്നിടത്തല്ല ഇങ്ങനെ ചെറിയ മലകളാണ് കേട്ടോ. എല്ലാം നല്ല നീറ്റാണ്. എപ്പോഴും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടുള്ള റോഡാണ്. ഇവിടെ എല്ലാവരും പ്രധാനമായിട്ടും എല്ലാവരും ഇത് റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നത് വലിയൊരു കാര്യമുണ്ട്. കാരണം ഫൈൻ എല്ലാവർക്കും പേടിയുണ്ട്. നാട്ടിലെ പോലെയല്ല, ഇവിടെ ഫൈൻ അടിക്കുക എന്ന് പറഞ്ഞാൽ ഫൈൻ അടിക്കുക തന്നെ ചെയ്യും. നമുക്ക് പിന്നെ പോലീസുകാർക്ക് കൈമടക്ക് കൊടുക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് ഫൈൻ അടിക്കാണ്ട് എല്ലാവരും നല്ല ശ്രദ്ധിച്ച് തന്നെയാണ് ഇവിടെ വണ്ടിയെല്ലാം ഓടിക്കാറ്. സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ട്. നമുക്ക് എത്ര രാത്രിയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ രാത്രി നല്ല ഭംഗിയാണ് ലൈറ്റ് ഇങ്ങനെ കാണുന്നത്. ഇത് നമ്മൾ ഓരോ ലെവലിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ കാണുന്നതാണ് ഗൈസ്. നല്ല മുകളിലേക്ക് പോകുന്നതോറും താഴെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് എങ്ങനെയാണോ കാണുന്നത് ആ ഒരു വ്യൂ ആണ് രാത്രി നമ്മൾ നോക്കിയാൽ. താഴെ മൊത്തം ലൈറ്റ്സൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ നല്ല ഇതാണ് ഒരു നമ്മുടെ റോഡിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. അത് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ മേളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ജബൽ ഹഫീത്തിൻ്റെ മേളിൽ ചെന്നു. അമ്മച്ചി അവിടെ തണുപ്പൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളടുത്ത ഫോട്ടോ സെഷൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്യാമറമാൻ ഷംന. അപ്പോൾ എല്ലാവരും അടുത്ത് ക്യൂ ആയിട്ട് നിൽക്കുകയുണ്ടോ. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ നല്ല മേളിൽ നല്ല പാർക്കുകളുണ്ട്. മേളിൽ ചെന്നപ്പോഴേക്കും തണുപ്പൊക്കെ കൂടി എല്ലാവരും ഹാറ്റൊക്കെ എടുത്ത് വെച്ചു, ചെവിയിലേക്ക് കാറ്റടിക്കാണ്ട്. ഓക്കെ, എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിള്ളേർ. ബാക്കിയുള്ളവരെ കാണാൻ പോലും ഇല്ല. ഇവരെ ഞാൻ പിടിച്ച് നിർത്തിയത് കാരണം അവർ വന്നതാണ്. കൂടുതൽ ഫ്രണ്ട്സെല്ലാം എവിടെയോ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പം നമ്മളും അതുപോലെ തന്നെ എൻജോയ് ചെയ്തു. എല്ലാവരും അടുത്ത സെക്ഷൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് മുകളിലൊരു ക്വിക്ക് വ്യൂ ആണ് കേട്ടത്, ഡീറ്റെയിൽ വ്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലേഡീസിൻ്റെ ഫോട്ടോ സെക്ഷൻ ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല പോസുകളിൽ എല്ലാവരും പോസ് ചെയ്യാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ കണ്ടിട്ട് വരാൻ കഴിക്കുന്നു. അപ്പോൾ ഇതാണ് ജബൽ ഹഫീത്തിലെ വ്യൂ. പാർക്കിംഗ് എല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. ഒത്തിരി പാർക്കിംഗ് അല്ല, എന്നാലും അത്യാവശ്യമുള്ള പാർക്കിങ്ങെല്ലാം ഉണ്ട്. ഫ്രീ ആണ് പാർക്കിങ്. ഇത് നമ്മൾ ജബൽ ഹഫീത്തിലേക്ക് കയറി പോകുന്ന വഴിക്ക് ഒരു പാലസ് ഉണ്ട് അവിടെ. ഇതാണ് താഴേന്ന് ജബൽ ഹഫീത്തിലേക്ക് കയറി വരുന്ന റോഡാണിത്. അതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് പാലസ് ഉണ്ട്. ഇങ്ങോട്ട് കയറി വരുന്ന വഴി ഒരു മിഡ് വേ ആകുമ്പോൾ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ മെർക്കുറി. ഇതാണ് നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള താഴത്തെ വ്യൂ. ഇപ്പോൾ താഴത്തോട്ട് കാണുന്നില്ല ശരിക്കും. ഇവിടെ ഡോവിൻ്റെയും എത്തിസലാത്തിൻ്റെയും മൊബൈൽ ടവറെല്ലാം ഉണ്ട്, അതുകൊണ്ട് റേഞ്ചിന് പ്രശ്നം വരുന്നില്ല. ഇവിടെ നമ്മൾ ലേഡീസ് എല്ലാവരും കൂടി റീൽസ് എടുക്കാനുള്ള പരിപാടിയാണ്. പിള്ളേരെല്ലാം അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നുണ്ട്. ആരും പിള്ളേരെ മൈൻഡാക്കുന്നില്ല.
ആൺകുട്ടികൾ അവരുടെ കളി, പെൺകുട്ടികൾ അവരുടെ കളി, അങ്ങനെയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇത് ജബൽ ഹഫീത്തിൻ്റെ മുകളിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് റോഡ് നമ്മളുണ്ടാക്കിയ സമയത്ത് ഉള്ളൊരു ഇതാണ് കേട്ടോ. ജബൽ ഹഫീത്തിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനാണ്. ജബൽ ഹഫീത്ത് അബുദാബിയിലെ ഏറ്റവും വലിയ മൗണ്ടെയിനുണ്ട്. അബുദാബി എമിറേറ്റ്സിലെ ഏറ്റവും വലിയ മൗണ്ടൻ ജബൽ ജെയ്സിലാണ്. അത് റാസ് അൽ ഖൈമ. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി 17 കിലോമീറ്റർ ലോങ് മൗണ്ടെയിൻ്റെ ഉള്ളിലൂടെയുള്ള റോഡാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നാലും നമുക്ക് അലൈൻ സിറ്റി മൊത്തമായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ അറബിക്കിലുള്ള ട്രാൻസ്ലേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 3:30-4 മണി ആയിട്ടുണ്ട് സമയം. വണ്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തൊക്കെയോ വരുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷനിലേക്ക് പോകാനുള്ള പാത്ത് അവർ ക്ലോസ് ചെയ്തേക്കാണ്. ഇത് അലൈൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള പിക്ചേഴ്സ് വെച്ചിട്ടാണ്. അലൈൻ ഒയാസിസ്, അലൈൻ പാലസ് മ്യൂസിയം, അലൈൻ ഒയാസിസ്. അപ്പോൾ നമ്മുടെ JP ചായയൊക്കെ ഉണ്ടായുള്ള പരിപാടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടേട്ടൻ ഹാരിസ്ക JP പാത്രമെല്ലാമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ചായ കൊണ്ടുപോയതാണ്. ഫ്ലാസ്ക് പൊട്ടിപ്പോയി ഗൈസ്, നമുക്ക് കിട്ടിയില്ല. അവിടെ ചെറിയൊരു ടെൻറ്റ് റെഡിയാക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റാണ്. ചായ റെഡി ആയിട്ടുണ്ട്. താഹിർക്കാണ് ടേസ്റ്റ് നോക്കിയത്. ഷിജോ, ലത്തീഫ്, അബ്ദുള്ളാക്ക അവരെല്ലാവരും കൂടി, നയന, പാറ്റി എല്ലാവരും കൂടി ടെൻറ്റിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ടെൻറ്റ് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ചേട്ടായും ഷിജോയും പുറത്ത് പോയിട്ട് വരുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ കളിച്ച് മടുത്തു. ചായ കുടിക്കാൻ വേണ്ടി വന്നതാണോ, തണുപ്പ് സഹിക്കാൻ വയ്യാതെ വന്നതാണോ എന്നറിയില്ല. എന്തൊക്കെ കിള്ളി പൊളിച്ച് കഴിക്കുന്നുണ്ട് അവിടെ നിന്ന്. ഓക്കെ, ടെൻറ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. ചായയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടേട്ടന് നല്ല തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ സറ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കുട്ടിപ്പൊട്ടാളങ്ങി, ഇച്ചു, ജുവാന, ഹിബു, ഐഷുമ, ആനിക്കുട്ടി, ബേബി, അല്ലു, അപ്പൂസ്, ചോക്കുട്ടൻ, കോറം തികഞ്ഞിട്ടുണ്ട് ഏകദേശമൊക്കെ. ഇനി കണ്ടിട്ടോ പിള്ളേർ ഇത്രയും പേരെ നമ്മുടെ കൂടെ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ നിന്ന് കളിച്ചോട്ടെ. അമ്മച്ചി തണുപ്പ് പിടിച്ചിരിക്കുകയാണ്. കുട്ടേട്ടനും സൈഡിലുണ്ട്. കാട്ടി നൈനെ എന്തോ പോപ്കോൺ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ എന്തോ മൊബൈലിൽ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. റേഞ്ചാണോ അതോ നെറ്റാണോ തപ്പണം. JP എല്ലാവർക്കും ചായയൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചായക്കടക്കാരൻ്റെ റോളിൽ നിന്ന് JPക്കാണ്. ഇത് ലിബിത, JPയുടെ വൈഫാണ്. ലിജിനി, സീനത്തെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് സോറിയൊക്കെ പറഞ്ഞ് എന്താണോ പറയണേ, എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ പിന്നെ കുറച്ച് പെൺകുട്ടികൾ പെണ്ണുങ്ങൾ കൂടുമ്പോൾ പറയാനായിട്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, വിഷയങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കാണുന്നത് തോനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാവരും. ഓക്കെ, ഈ കൂട്ടത്തിലും കൊണ്ട് കുറച്ച് ഫോട്ടോ ജെനിക്കായിട്ടുള്ള കുറച്ച് ആൾക്കാർ, ഫോട്ടോ ജെനിക്കാണ്, ഫോട്ടോ മാനിക്കായിട്ടുള്ള ആൾക്കാർ. നമ്മൾ വനത്തൊക്കെ പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ വൈകുന്നേരം സമയമായിട്ടുണ്ട്. 4:30-5 മണിയോടെ ആയിട്ടുണ്ട്. 5 മണി ആയിട്ടില്ല. ഇപ്പോൾ ടെമ്പറേച്ചർ 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ പതുക്കെ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ മല ഇറങ്ങി താഴെ വന്നു. ഗ്രീൻ മുബസറയിലാണ് ഇപ്പോൾ ഉള്ളത്. ജബൽ ഹഫീത്തിൻ്റെ താഴെയുള്ള പാർക്കാണ് ഗ്രീൻ മുബസറ. ഇവിടെ പാർക്കുണ്ട്. നമുക്ക് ഒത്തിരി നേരം ഈവനിങ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറൊക്കെ പോലെ ഗ്യാദർ ചെയ്യാൻ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മൾ അലൈനിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള പാർക്കിൽ കയറുന്ന എൻട്രി ഫീസ് ഇല്ല. നമുക്ക് ഓപ്പണാണ്, എല്ലാവർക്കും ഓപ്പണാണ്. ചില പാർക്കുകൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്, ടൈമിങ്ങിന് മാത്രം. ജബൽ ഹഫീത്തിൻ്റെ അവിടെയുള്ള താഴെയുള്ള ഗ്രീൻ മുബസറ പാർക്കെല്ലാം 24 ഹവറാണ്. ക്യാമ്പിംഗ് ഒക്കെ അവർ ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രില്ല് ചെയ്യാനും ടെൻറ്റ് സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, അവിടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും കൂടി ചുമ്മാ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോഷൂട്ട്. ഇതുപോലെ നിങ്ങളുടെ ഗ്രൂപ്പിൽ എപ്പോഴും ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ബോയ്സ് കളിക്കുന്നുണ്ട്, പിള്ളേർക്ക് കളിക്കാൻ അവിടെ ഒത്തിരി ഏരിയാസ് ഉണ്ട് കേട്ടോ. മണ്ണിലാണ് കൂടുതൽ, സ്ലൈഡിൽ കയറുന്നേക്കാളും കൂടുതൽ കുട്ടികൾ പോയി കളിക്കുന്ന മണ്ണിലാണ്. ഒരു രാത്രി ആയതോടെ നമ്മൾ വർത്തമാനം പറഞ്ഞ് മടുത്തു. ഡംസ്ട്രാഷ് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ടീമൊക്കെ സെറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡംസ്ട്രാഷാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് 2 ടീമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടൻ ചേട്ടനും ഉണ്ട് കേട്ടോ ആക്ഷൻ കാണിക്കാൻ. ഡംസ്ട്രാഷ് കളിക്കാൻ വേണ്ടി കുട്ടൻ ചേട്ടനും കയറി നിൽക്കുകയാണ്. കുട്ടൻ ചേട്ടൻ കാണുന്നില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഓടിയ ആൾ കേട്ടോ. അങ്ങനെ നമ്മുടെ കയാക്കിങ്ങിനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് രാത്രി ഏതായാലും നടന്നില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ
ഈ വീഡിയോ തീരുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.